അനേക ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട്, 5ലധികം ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് എഫാത്ത ഗ്ലോബൽ മിനിസ്ട്രിയിലെ ദൈവജനം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, രാജ്യങ്ങളിലേക്ക് കടന്നു വരും. കാരണം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ വെറുതെ അപേക്ഷിക്കുകയല്ല, വിളിച്ച് അപേക്ഷിക്കുകയാണ്. അതിന് വ്യത്യാസമുണ്ട്. വിളിച്ചു പറയുന്നതും വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ നാമം വിളിച്ചുകൊണ്ട്, നമ്മുടെ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട്, അതായത് കർത്താവിനോടൊപ്പമായിരിക്കുന്ന സമയമാണിത്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുള്ള, ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മെ ഭാരപ്പെടുത്തുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലൊരു ഭാരമായിട്ടുണ്ടാവാം. ഇപ്പോൾ പ്രയർ റിക്വസ്റ്റൊക്കെ നിങ്ങളിപ്പോൾ പ്രാർത്ഥനാപേക്ഷകളൊക്കെ എഫാത്ത മിനിസ്ട്രിയിലേക്ക് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് പ്രാർത്ഥന ആവശ്യങ്ങളാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളിപ്പോൾ അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം തരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥന മിനിസ്ട്രിയിലുള്ളവര്, കൂട്ടായ്മയിലുള്ളവര് ഈ മെസ്സേജുകൾക്കെല്ലാം പ്രാർത്ഥന നൽകുകയാണ്. ഓരോ മെസ്സേജും വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം ഉത്തരം തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ആഴമായൊരു ചിന്ത ഇതാണ്: ഈ പ്രാർത്ഥനാ റിക്വസ്റ്റുകളെല്ലാം കാണുന്നത് മാതാവാണ് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എൻ്റെ മനസ്സിൽ മാതാവ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം മാതാവിൻ്റെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന ഈശോയെ. അപ്പോൾ ഈശോയോട് ഇതെല്ലാം പറയുന്നുണ്ട് അമ്മ മാതാവ്. അപ്പം നമുക്കൊന്ന് കണ്ണടച്ച്, ഒരുപക്ഷെ നിങ്ങൾക്ക് വിളിച്ചു പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം ഇപ്പോൾ ഇരിക്കുമ്പോൾ. മറ്റുള്ളവര്, ഒരു വീട്ടില് ഒറ്റയ്ക്കൊരു വ്യക്തി മാത്രമായിരിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനാ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. കർത്താവിനോടൊന്ന് ഹൃദയത്തിലൊന്ന് പറയണം. ഹൃദയത്തിലും പ്രാർത്ഥിക്കാൻ പറ്റും. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അത് വലിയൊരു പ്രാർത്ഥനയാണ്. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയും. ചിലപ്പോൾ നമ്മൾ അത് കരച്ചിലായിട്ട് മാറും. വലിയൊരു അനുഭവത്തിൻ്റെ ഒരു ഇതാണ്. ഈശോയുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയായിരുന്നു.